എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 18 ശ്ലോകം 46, 47, 48, 49, 50, 51 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 6 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 18ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അങ്ങനെ യയാതി മഹാരാജാവിന്റെ വാർദ്ധക്യം, വിനയസമ്പന്നനും സൽഗുണസമ്പന്നനുമായിട്ടുള്ള ആ ശ്രേഷ്ഠ പുത്രൻ ഇളയ മകൻ പൂരു ആ വാർദ്ധക്യം ഏറ്റെടുത്ത് തന്റെ യൗവനം അച്ഛന് കൊടുക്കുന്നു. എത്ര നല്ല പുത്രനാണല്ലേ. അങ്ങനെ യയാതി മഹാരാജാവ് അതാ യുവാവായിട്ട് ഭോഗസുഖം അനുഭവിച്ചുകൊണ്ട് അനേക കാലം രാജ്യം ഭജിക്കണു എന്ന് പറയണു. ഓം നമോ ഭഗവതേ വാസുദേവായ. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി. പ്രസീദ അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സരസ്വത്यै നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 46. സപ്തദ്വീപവതി സമ്യക് പിതൃവൽ പാലയൻ പ്രജാഃ യഥോപജോഷം വിഷയാൻ ജുജുഷേ അവ്യാഹതേന്ദ്രിയ. അവ്യാഹതേന്ദ്രിയ, അവ്യാഹതങ്ങളായ എന്ന് പറഞ്ഞാൽ തളർച്ചയില്ലാതിരിക്കണം ഇന്ദ്രിയങ്ങളോടുകൂടിയ. സപ്തദ്വീപവതി, 7 ദീപങ്ങളുടെ അധിപൻ പ്രജാഃ, പ്രജകളെ. പിതൃവത്, പിതാവെന്ന പോലെ. സമ്യക് പാലയൻ, വേണ്ടതുപോലെ പാലിക്കുന്നവനായിട്ട്. യഥോപജോഷം, ഇഷ്ടം പോലെ. വിഷയാൻ, വിഷയങ്ങളെ. ജുജുഷെ, സേവിച്ചു. 7 ദ്വീപങ്ങളുടെ അധിപതിയാണ് യയാതി മഹാരാജാവ്. പക്ഷെ അദ്ദേഹത്തിന് യാതൊരു തളർച്ചയോ ആരോഗ്യഹാനിയോ ഒന്നുമില്ല. അങ്ങനെ അദ്ദേഹം വിഷയസുഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കണമെങ്കിലും പ്രജകളെ അവരുടെ പിതാവിനെ പോലെ സ്നേഹിച്ചു എന്നാ പറഞ്ഞത്. അത്രയും സ്നേഹപൂർവം അവരെ വേണ്ട വിധം പരിപാലിച്ചുകൊണ്ട് ഇഷ്ടാനുസരണം വിഷയസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് അങ്ങനെയാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്. പ്രജകൾക്ക് അദ്ദേഹത്തിനെ പറ്റി യാതൊരു പരാതിയില്ല. എല്ലാ പരമസുഖം, എല്ലാം വേണ്ടതുപോലെ. രാജ്യത്ത് സമ്പൽ സമൃദ്ധി വിളയാടി. അദ്ദേഹം ശരിക്കും നല്ല ഈശ്വര ഭക്തനാണ്. ഈശ്വരനെ സേവിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്, എന്നാൽ വിഷയസുഖം അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയാ അദ്ദേഹത്തിന്റെ ധർമ്മപത്നി അതുപോലെ തന്നെ അദ്ദേഹത്തിനെ സ്നേഹിച്ചു എന്ന് പറയുന്നു. ദേവയാനി അപ്യനുദിനം മനോവാഗ്ദേഹവസ്തുഭി പ്രേയസ പരമാം പ്രീതിം ഉവാഹ പ്രേയസീരഹ. പ്രേയസീ ദേവയാനി അഭി, പ്രിയതമയായ ദേവയാനിയും. അനുദിനം, ദിവസം തോറും. പ്രേയസ, പ്രിയതമന്. മനോ വാഗ് ദേഹവസ്തുഭി, മനസ്സ്, വാക്കുകൾ, ശരീരം, പദാർത്ഥങ്ങൾ എന്നിവ കൊണ്ട്. രഹ, ഏകാന്തത്തിൽ. പരമാം പ്രീതിം, അതിസന്തോഷത്തെ. ഉവാഹ, ജനിപ്പിച്ചു. അദ്ദേഹം ദേവയാനിയെ പ്രാണനെ പോലെ സ്നേഹിച്ചു. അതുപോലെ ദേവയാനി പ്രാണവല്ലഭ, പ്രാണനെ പോലെ തന്നെ അദ്ദേഹത്തിനെ സ്നേഹിച്ച് മനസ്സുകൊണ്ട് സ്നേഹത്തിന്റെ അതിശയത്തെ എന്ന് പറയുന്നത് സ്നേഹാതിശയത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് മധുര സംഭാഷണങ്ങൾ കൊണ്ട് ആനന്ദിപ്പിച്ചു. ശരീരം കൊണ്ട് സമുചിത പരിചര്യകളൊക്കെ ചെയ്തും അദ്ദേഹത്തിന് വേണ്ട പദാർത്ഥങ്ങൾ കൊണ്ട് എല്ലാ പദാർത്ഥങ്ങളും കൊടുത്ത് സംതൃപ്തി ജനിപ്പിച്ചുകൊണ്ട് ആ പ്രാണപ്രിയനായ യയാതി മഹാരാജാവിന് പരമസന്തോഷത്തെ ഏകാന്തത്തിൽ ജനിപ്പിച്ചു. അത്രയും പരസ്പരം വളരെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ദമ്പതിമാരായിരുന്നു. അതുകൊണ്ട് എന്താ സംതൃപ്തി. അപ്പൊ അദ്ദേഹത്തിന് വളരെ സന്തോഷമാണ്. അതുകൊണ്ടാണ് രാജ്യം ഒക്കെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഭരിക്കാനും സാധിക്കണം അല്ലെ. സംതൃപ്തമായ വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് കുടുംബത്തിൽ മുഴുവനും അതിന്റെ ആ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങൾക്ക് മുഴുവനും. അങ്ങനെ അപ്പൊ പ്രജകൾക്കും വളരെ സന്തോഷം. അങ്ങനെ അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല അദ്ദേഹം യാഗങ്ങൾ ചെയ്ത് ഭഗവാനെയും സേവിച്ചുകൊണ്ടിരുന്നു പറയുന്നു. അയജൽ യജ്ഞപുരുഷം ക്രതുഭിർ ഭൂരി ദക്ഷിണൈഹി സർവവേദമയം ദേവം സർവദേവമയം ഹരിം. ഭൂരിദക്ഷിണൈഹി, അധികരിച്ച ദക്ഷിണകളോടുകൂടിയ. ക്രതുഭി, യാഗങ്ങൾ കൊണ്ട്. സർവവേദമയം ദേവം, സർവവേദങ്ങളുടെ അധിഷ്ഠാന സ്വരൂപനും. സർവദേവമയം, സർവദേവന്മാരുടെ സ്വരൂപത്തിലിരിക്കുന്നവനും. യജ്ഞപുരുഷം, യജ്ഞപുരുഷനുമായ ഹരിം, ഹരിയെ.
ശ്രീഹരിയെ അയജൽ യജിച്ചു. മഹായാഗങ്ങൾ കൊണ്ട് എല്ലാ വേദങ്ങളാലും പ്രതിപാദിക്കപ്പെടുന്നവനും ഇന്ദ്രാദി സർവ്വദേവതാത്മാവും യജ്ഞപുരുഷനുമായ ശ്രീഹരിയെ അദ്ദേഹം ധാരാളം യാഗങ്ങൾ കൊണ്ട് യജിച്ചു. ആ ആചാര്യന്മാർക്കൊക്കെ ധാരാളം ഇഷ്ടം പോലെ ദക്ഷിണയും കൊടുത്തു എന്നാ പറഞ്ഞു. അപ്പൊ അവർക്കും സന്തോഷം. യജ്ഞപുരുഷനായിട്ടുള്ള യജ്ഞഭുക്കായിട്ടുള്ള ഭഗവാനും വളരെ സന്തോഷിച്ച് അനുഗ്രഹിച്ചു യയാതി രാജാവിനെ, മഹാരാജാവിനെ എന്ന് പറയുന്നു. യസ്മിന്നിദം വിരചിതം വ്യോംനീവ ജലദാവലി നാനേവ ഭാതി നാഭാതി സ്വപ്നമായാ മനോരഥ തമേവ ഹൃദി വിന്യസ്യ വാസുദേവം ഗുഹാശയം നാരായണമണീയാംസം നിരാശീരയജൽ പ്രഭും. രണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥം ഒന്നിച്ചാണ് പറയുന്നത്. വ്യോമിനി വ്യോമത്തിൽ, ആകാശത്തിൽ എന്നർത്ഥം. ജലദാവലി ഇവ മേഘനിര എന്ന പോലെ യസ്മിൻ വിരചിതം ഇതം യാതൊരുവനെ നിർമ്മിക്കപ്പെട്ടതായ ഈ ലോകം. സ്വപ്നമായ മനോരഥ സ്വപ്ന പദാർത്ഥങ്ങൾ, മായാമനോരഥങ്ങൾ എന്നിവ പോലെ നാനാ ഇവ ഭാതി ബഹുവിധം എന്ന പോലെ പ്രകാശിക്കുന്നു. നാഭാതി പ്രകാശിക്കാതെ ഇരിക്കുന്നുവോ. ഗുഹാശയം അന്ധകരണത്തിൽ വസിക്കുന്നവനും നാരായണം സർവപ്രാണികളെയും പ്രവർത്തിപ്പിക്കുന്നവനും അണീയാംസം സൂക്ഷ്മസ്വരൂപനും പ്രഭും സർവേശ്വരനുമായ വാസുദേവം തം വാസുദേവനായ അദ്ദേഹത്തെ തന്നെ ഹൃദി വിന്യസ്യ ഹൃത്തിൽ ഉറപ്പിച്ചിട്ട് നിരാശി കാംക്ഷയില്ലാത്തവനായി പ്രഭും ആ പ്രഭുവിനെ അയജൻ യജിച്ചു. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹം ശ്രീഹരിയെ പൂജിച്ചത് എന്ന് വിസ്തരിക്കണം. അങ്ങനെ അനേക വർഷം വിഷയസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യം ഭരിച്ചു. അപ്പോഴൊക്കെ ഈശ്വരനെ സേവിക്കണ്ടായിരുന്നു. പക്ഷേ കുറെ വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞപ്പോ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ഇതൊക്കെ വെറും ക്ഷണികം, ഈ ലോകവും ഈ സുഖഭോഗ പദാർത്ഥങ്ങളും ഇതൊക്കെ സ്വപ്ന പദാർത്ഥം പോലെ, ഇന്ദ്രജാലം പോലെ ക്ഷണികങ്ങളും നശ്വരങ്ങളും ആണെന്നുള്ള ബോധം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ അദ്ദേഹം അതിനൊന്നും കാക്ഷിക്കാതെ പരമപ്രേമലക്ഷണയായ ഭക്തിയോടുകൂടി സർവേശ്വരനായ ആ ശ്രീനാരായണനെ പൂജിച്ചു എന്ന് പറയുന്നത്. യാതൊരുവനാകുന്ന അധിഷ്ഠാനത്തിൽ യാതൊരുവനാൽ തന്നെ നിർമ്മിക്കപ്പെട്ട ഈ ലോകം ആകാശത്തിൽ കാണപ്പെടുന്ന മേഘനിര എന്ന പോലെ ദേഹേന്ദ്രിയ അന്ധക്കരണങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുവിധത്തിൽ എന്ന പോലെ കാണപ്പെടുകയും അവയുടെ ഉപശമാവസ്ഥയിൽ അവ നശിക്കുന്ന സമയത്ത് കാണപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവോ. സർവപ്രാണികളുടെയും എല്ലാ പ്രാണികളുടെയും ഹൃദയ ഗുഹയിൽ വസിക്കുന്നവനും അന്തര്യാമി രൂപേണ സർവരെയും വ്യാപരിപ്പിക്കുന്നവനും അതിസൂക്ഷ്മ സ്വരൂപനുമായ ആ വാസുദേവനെ തന്നെ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് ആണ് അദ്ദേഹം അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ബോധം വന്നു. ഈ ലോകം സുഖഭോഗ പദാർത്ഥങ്ങളും ഒക്കെ സ്വപ്ന പദാർത്ഥം പോലെയാണ്. സ്വപ്നത്തിൽ ഉണരുമ്പോൾ ഇതൊന്നുമില്ല, അതുപോലെ തന്നെയാണ്. ഇന്ദ്രജാലം പോലെ മനോരഥം പെട്ടെന്ന് അങ്ങോട്ട് കാണാല്ലേ, അതേപോലെ ക്ഷണികങ്ങളാണ്, നശ്വരങ്ങളാണ് എന്നുള്ള ബോധം അദ്ദേഹത്തിന് അങ്ങോട്ട് നല്ല പോലെ അങ്ങോട്ട് ഉറച്ചു. ഭഗവാനെ തന്നെ അത്രയും ഇത് ഇങ്ങനെ വിചാരിച്ചിട്ട് ധ്യാനിച്ചപ്പോൾ അദ്ദേഹത്തിന് വിരക്തി കൊണ്ട് വരികയാണ്. വിഷയസുഖം അനുഭവിച്ചുകൊണ്ട് എത്രയോ പ്രാർത്ഥിച്ചാലും അതിന്റെ ആ വേണ്ട പോലെയുള്ള ഫലം കിട്ടില്ല. അതാണ് ഏവം വർഷസഹസ്രാണി മനഃഷ്ഠേർമനഃസുഖം വിദധാനോപി നാതൃപ്യത് സാർവഭൗമകതീന്ദ്രിയൈ. ഏവം മനഃഷ്ഠൈ പ്രകാരം മനസ്സാകുന്ന ആറാമത്തോടുകൂടിയ കതീന്ദ്രിയൈ വിഷയാഭിമുഖങ്ങളായ ഇന്ദ്രിയങ്ങളാൽ സാർവഭൗമ ചക്രവർത്തി വർഷസഹസ്രാണി അനേകായിരം വർഷങ്ങളിൽ മനസുഖത്തെ വിദധാന അഭി സമ്പാദിക്കുന്നവനായിരുന്നിട്ടും നാ അതൃപ്യ തൃപ്തനായില്ല. അപ്പൊ ഈശ്വരനെ വിഷയവിരക്തിപൂർവം ആരാധിക്കുന്നതിന് മുമ്പ് ചക്രവർത്തിയായ യയാതി രാജാവ് വിഷയസുഖങ്ങളെ ആഗ്രഹിക്കുന്ന മനസ്സോടുകൂടി ആ ഇന്ദ്രിയ സുഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് അനേകായിരം സംവത്സരം അങ്ങനെ മനസ്സിനെ ആനന്ദിപ്പിക്കാൻ പരിശ്രമിച്ചു ഈശ്വരനെ ഭജിച്ചുകൊണ്ട്. പക്ഷേ മനസ്സിന് തൃപ്തി ഉണ്ടായില്ല. അങ്ങനെ വൈരാഗ്യത്തെ ആശ്രയിച്ച് ഭഗവാനെ ആരാധിച്ചു തുടങ്ങിയപ്പോ അങ്ങനെ ക്രമത്തില് ഈശ്വര പ്രസാദം കൊണ്ട് തന്നെ അപ്പോഴേ ഈശ്വര പ്രസാദിക്കുള്ളൂ. അങ്ങനെ വിഷയവിമുക്തനായിട്ട് ഭവിച്ചു. പിന്നെയും വർഷങ്ങള് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അത് വന്നുള്ളൂ. അതാണ് പറയണത്. ഭോഗാനുഭവം കൊണ്ട് മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. വിവേകപൂർവം മനസ്സിനെ അടക്കി വിഷയങ്ങളിൽ നിന്നെല്ലാം അടക്കിയിട്ട് ഭഗവാനെ ഭജിച്ചാൽ ഭഗവാൻ പ്രസാദിക്കും എന്ന്. അതാണ് ഇതിന്റെ കഥാസാരം. ഭാഗവതത്തിലെല്ലാം നമുക്ക് വേണ്ട പോലെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മള് അത് മനസ്സിലാക്കി അനുഷ്ഠിക്കുക മാത്രം ചെയ്താൽ മതി. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം
നവമസ്കന്ധേ യയാതിചരിതേ ष्टादशोऽध्याय സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 18ാമത്തെ അധ്യായം ശ്രീ വാസുദേവനായ ശ്രീഹരിയുടെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.